ധനുക്കൂർ. ധനുക്കൂറുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ധനുവിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ ഒന്നാം പാദവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിലുണ്ടാവുക. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ വ്യാഴൻ 6-ാം ഭാവത്തെങ്കിലും ശനി 3-ാം ഭാവത്തിനും സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ്. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മറ്റു ഉദ്യോഗങ്ങൾക്ക് ശ്രമിക്കുമെങ്കിലും അനുഭവഫലം കുറയുന്നതായിട്ടാണ് പറയാം. അതേപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വന്നാൽ അവഗണിക്കരുത് എന്നാണ് പറയുക. പരോപകാരം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകുമെങ്കിലും കുടുംബ സംരക്ഷണ ചുമതല മറക്കരുത് എന്നുള്ളതാണ് പറയുക. അപ്പോൾ അന്യർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കാർക്കോ നിങ്ങളധികമായിട്ടുള്ള നിങ്ങളുടെ പണങ്ങളോ കാര്യങ്ങളോ എല്ലാം ചിലവാക്കരുത്, അല്ലെങ്കിൽ ചിലവാക്കണ്ടെന്നല്ല, ശ്രദ്ധിച്ച് ചിലവാക്കണം എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹക്കുറവുണ്ടാവും, ഉദാസീന മനോഭാവം തുടങ്ങിയവ വർദ്ധിക്കും എന്നുള്ളതും സാമ്പത്തിക നില തൃപ്തികരമാവില്ല എന്നുള്ളതും കൂടിയാണ് യോഗത്തിൽ പറയുന്നത്. ശത്രുക്കളെ കരുതിയിരിക്കുക. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാനോ കളവ് പോകുവാനോ സാധ്യതകൾ ഉള്ളതിനാൽ നല്ല ശ്രദ്ധ അത്യാവശ്യമാണ്. ശത്രുക്കളെ കരുതിയിരിക്കുക. കൂടെയുള്ളവരിൽ നിന്നും ചതിയും വഞ്ചനയും എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ധനയിടപാടുകളിലെല്ലാം വളരെ ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയാം. നിങ്ങൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പൂർണ്ണതയില്ലാത്ത പദ്ധതികളിൽ പരാജയങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അശ്രദ്ധകൾ കൊണ്ട് അബദ്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും ഉണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർ ഔഷധ സേവ നടത്തുന്നതും അതിലൂടെ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതും കൂടി പറയുന്നു. ഭാര്യാഭർത്താക്കന്മാരിൽ ഇടയിൽ ഐക്യത കുറവുകൾ ഉണ്ടാകും എന്നുള്ളതും ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷം കുറയും എന്നുള്ളതും കൂടിയാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യം. ഈശ്വര പ്രാർത്ഥനയിലൂടെ വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സമാധാനപരമാകും എന്നുള്ളതാണ് പറയാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നേക്കാം. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. നേത്ര സംബന്ധമായ അസുഖങ്ങളും വാതസംബന്ധമായ അസുഖവും അവഗണിക്കരുത്. സാഹസിക പ്രവർത്തികളിൽ നിന്നും പിന്മാറണം. പുതിയ ഒരു ജോലി നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ പുതിയ ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പൊതുവെ ഈ രാഹു 4-ലും 10-ലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സംബന്ധമായിട്ട് കാണുന്നത്. ഗുണാധിക്യമുള്ള കാലം എങ്കിലും കാര്യവിജയവും കുടുംബപുഷ്ടിയും ഉദ്യോഗലബ്ധിയും വാഹനലാഭവും വിദ്യാഗുണവും എല്ലാം ഉള്ളൊരു യോഗമുള്ള പ്രാപ്തിയും പുണ്യസ്ഥല സന്ദർശനവും ബന്ധുസമാഗമവും പൊതുപ്രവർത്തനങ്ങളിൽ വിജയവും സമാധാന പദവികളും അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭവും സഹോദര ഗുണങ്ങളും എല്ലാം കാണുന്നുണ്ട്. നല്ലൊരു സമയം തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലുള്ളവർക്കാണെങ്കിൽ സ്ഥാനമാനം, നല്ല വലിയ സ്ഥാനമാനങ്ങളെല്ലാം ലഭിക്കും. വ്യാപാരങ്ങളിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. സ്വജ്ജന വിയോഗമുണ്ടാവും. ദാമ്പത്യ സുഖം അല്ലെങ്കിൽ ഐക്യത, ഞാൻ പറഞ്ഞല്ലോ, കുറവുകൾ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് പൊതുവായിട്ട് പറയുക. കഷ്ടതകൾ ഒക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഇതിൽ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമാണ്. നക്ഷത്രദേവതയെയും കുലദേവതയെയും ഇഷ്ടമൂർത്തിയെയും അടുത്തുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. നാമജപങ്ങൾ, കുലദൈവത്തെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുക. അതിലൂടെ വിജയവും സ്ഥാനലാഭവും ധനപുഷ്ടിയും വാഹനലാഭവും ഭൂമി ലാഭവും എല്ലാം വന്നു ചേരും എന്നാണ് പറയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വ്യാപാരത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം മാറി കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു ഇതാണ്. മനസ്സന്തോഷങ്ങളും മനസ്സിലെ വ്യസനങ്ങളെല്ലാം മാറിക്കിട്ടും. ധനപുഷ്ടിയും നൂതന കർമ്മസിദ്ധിയും ഐശ്വര്യവും ആരോഗ്യപുഷ്ടിയും ധനലാഭവും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അപകീർത്തിയും വഞ്ചനയുമെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. ഓക്കെ, പൊതുവെ നല്ലൊരു സമയം തന്നെയാണ്. വിഷ്ണു സഹസ്രനാമങ്ങൾ അതേപോലെ തന്നെ ലളിതാ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതാണ് പറയാം. അപ്പോൾ ധനുക്കൂറിൻ്റെ അഷ്ടമരാശിക്കൂറ് എന്ന് പറയുന്നത് കർക്കിടകമാണ്. പുണർദത്തിൻ്റെ ഒടുവിലത്തെ പാദവും പൂയവും ആയില്യവും ഒക്കെയാണ് അഷ്ടമരാശിക്കൂറിലുണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങളിൽ നല്ലത് ചെയ്യുക എന്നുള്ളതാണ് പറയുക. നല്ല ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് നല്ല സമയം നോക്കുന്നതും വളരെ നന്നായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. നന്ദി.